ഇത് കുറച്ച് കൂടുതലായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ 2 എണ്ണം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ നമുക്ക് എല്ലാതും ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഇപ്പം ഞാനിതാ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നിവർത്തി നോക്കാം. ഇപ്പം നമുക്കിതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അതുപോലെ നമുക്കിതെല്ലാം നിർത്തി വെക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ കുറച്ച് വലുതും കുറച്ച് ചെറുതും ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞുതരാം, ഇവിടെ വലുതായിട്ട് വരുമ്പോൾ ഇതിൻ്റെ ഉള്ളിലായിട്ട് കുഞ്ഞതാണ് വരിക. അതിനാണ് ഞാൻ ചെറുത് വെട്ടിയെടുത്തത്. അങ്ങനെ ഇപ്പം നമ്മൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഇതാ നമ്മളെ കയ്യിൽ കുറേ ഉണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 എണ്ണം ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് കാരണം ഞാൻ ഓരോന്ന് വെക്കാൻ പോവാണ്. അപ്പം ഞാനിതാ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒരു ഇതെടുക്കുന്നുണ്ട്, ഇറക്കിലെടുത്തിട്ട് ഇത്രയും കഷ്ണം നമുക്കിനി ഇതുപോലെ ചെയ്യാം. ഇതുപോലെ നമുക്ക് ഓരോ പെറ്റൽസ് ചെയ്യണം. അപ്പം ഇത് നല്ല ഷേപ്പിനായിട്ട് കിട്ടാനാട്ടോ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. ഇത് ഓരോ ഇതെടുത്ത് ഇങ്ങനെ വലിച്ചാൽ നല്ല ഇതിലായിട്ട് നിൽക്കും. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു നല്ല വലിപ്പമുള്ള എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മളത് ഇവിടെ ഒന്ന് വെക്കാം. എന്നിട്ട് രണ്ടാമത്തെ എടുത്തിട്ട് ഞാനൊന്ന് കത്രിക വെച്ചിട്ട് ഈ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും നമുക്ക് ഒട്ടിക്കേണ്ടതുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയായിട്ട് നിൽക്കാനായിട്ട് ഇനി നമ്മളിത് 3 ഒട്ടിക്കുക. ഓരോന്ന് എത്ര പ്രാവശ്യം ഒട്ടിക്കുന്നോ അത്രയും കൂടി കൂടുതൽ ഒട്ടിക്കണം. അങ്ങനെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ ഇത് ഒട്ടിക്കോളും. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ ഇതിൽ കുറച്ച് പശ നിൽക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ ഒരെണ്ണം കൂടിയും ഒട്ടിച്ചങ്ങ് കൊടുക്കാം. അങ്ങനെ ലാസ്റ്റ് എത്തുമ്പോൾ ഞാൻ ഒന്നിനെ പകുതിയാക്കിയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ കിടുക്കാച്ചി ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്ത് ഭംഗിയാണ് കേട്ടോ, എന്ത് രസമാണ് ഇത് കാണാൻ. അപ്പോൾ നമുക്ക് ഇതിന്മേൽ തണ്ട് വെച്ചെടുക്കാം. ഞാൻ ഈ തണ്ട് ഉണ്ടാക്കണ വീഡിയോ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു വീഡിയോയിൽ. അപ്പോൾ അത് അറിയാത്തവർക്ക് അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. ലീഫൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാക്കുന്നത് ആ ഒരു വീഡിയോയിൽ തന്നെയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഒരെണ്ണം ഞാൻ മുന്നേ ഉണ്ടാക്കിയതാണ് കേട്ടോ. 2 എണ്ണം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയതാണ്. ഞാൻ ഇത് വളരെ എളുപ്പമായിട്ടാട്ടോ ഉണ്ടാക്കിയത്. വളരെ സിമ്പിളാണ്. അപ്പം നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.